ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ 3 kV ഓൺ ഗ്രിഡ് സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ ഈ കഴിഞ്ഞ മെയ് മാസം എത്ര യൂണിറ്റാണ് ജനറേറ്റ് ചെയ്തത് എന്ന് റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ്, മെയ് മാസത്തെ ഓരോ ദിവസവും പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് എത്രയാണെന്ന് നോക്കാം. ലേറ്റർ വീഡിയോയുടെ എൻഡിൽ അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽസിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനും ഹയസ്റ്റ് പ്രൊഡക്ഷനും ലോവസ്റ്റ് പ്രൊഡക്ഷനും എത്രയാണെന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങാം അല്ലേ. ഇതാണ് സ്മാർട്ട് ക്ലയൻറ്റ് ആപ്പ്. എൻ്റെ സോളാർ സിസ്റ്റം ഈ ആപ്പുമായി കണക്റ്റഡ് ആണ്. ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റി 3 kV ആണെന്ന് കാണാം. ഡേറ്റ് 1 May 2024. അന്നത്തെ ദിവസം പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 17 kW. താഴെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ യൂണിറ്റ് ജനറേഷനുമാണ് ഉള്ളത്. ഗ്രാഫിൽ നോക്കിയാൽ ഉച്ച സമയത്താണ് പീക്ക് സോളാർ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് കാണാം. സാധാരണ വൈകുന്നേരം 6:30 സോളാർ പ്രൊഡക്ഷൻ എൻഡ് ആകുന്നത്. പക്ഷേ ഈ ആപ്പിലെ ടൈം 2 hours ലേറ്റ് ആയതുകൊണ്ട് രാത്രി 8:30 എന്നാണ് കാണിക്കുന്നത്. അത് ഇഗ്നോർ ചെയ്യാം. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 2.81 kW ആണെന്ന് കാണാം. ഇനി 2 May 2024 പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്നുണ്ടാക്കിയ ടോട്ടൽ കറണ്ട് 19 യൂണിറ്റ്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.93 kW ആണെന്ന് കാണാം. ഇനി 3 May പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട് 14.3 kV. അന്ന് കാർമേഘങ്ങൾ കൂടുതലുള്ള ദിവസമായിരുന്നു. താഴെ ഗ്രാഫിൽ ക്ലിയറായി കാണാം. ഇടയ്ക്കിടെ മേഘങ്ങൾ സൂര്യനെ മറക്കുന്ന സമയത്ത് പാനലിലേക്കുള്ള ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ വരുന്നു. ആ സമയം പ്രൊഡക്ഷൻ കുറയുന്നു. പിന്നെ മേഘങ്ങൾ മാറിപ്പോകുമ്പോൾ പ്രൊഡക്ഷൻ ഹൈ ലെവലിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.89 kV. നെക്സ്റ്റ് 4 May 2024. അന്നത്തെ ടോട്ടൽ കറണ്ട് പ്രൊഡക്ഷൻ 18 യൂണിറ്റ്സ്. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.88 kV. ഇനി 5 May 2024. 20 യൂണിറ്റ്സ് ആണ് അന്നത്തെ ദിവസം പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട്. ഹയസ്റ്റ് പ്രൊഡക്ഷൻ 2.86 kW ആണെന്ന് കാണാം. മെയ് 6 അദാനി ബൈഫേഷ്യൽ പാനൽസ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് 18 യൂണിറ്റ്സ്. 2.96 kW ആണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ വാല്യൂ. 7 May പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. 14 യൂണിറ്റ് മാത്രമാണ് അന്ന് പാനൽ ഉൽപ്പാദിപ്പിച്ച ടോട്ടൽ കറണ്ട്. താഴെ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ രാവിലെ 8 മണി മുതൽ ഏകദേശം ഉച്ചയ്ക്ക് 12 മണി വരെ ആകാശം ക്ലൗഡി ആയതിനാൽ അന്നത്തെ ദിവസത്തെ പാനൽ പ്രൊഡക്ഷനെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാം. പീക്ക് സോളാർ പ്രൊഡക്ഷൻ 2.90 kV. മെയ് 8 പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 18.1 യൂണിറ്റ്. അന്നത്തെ ഹയസ്റ്റ് സോളാർ പ്രൊഡക്ഷൻ 2.89 kW. 9 May പാനൽ 17 യൂണിറ്റ് കറണ്ടാണ് ഉൽപ്പാദിപ്പിച്ചത്. അന്നത്തെ ഹയസ്റ്റ് സോളാർ പ്രൊഡക്ഷൻ 2.75 kV. മെയ് 10 ടോട്ടൽ കറണ്ട് പ്രൊഡ്യൂസ്ഡ് 16.4 യൂണിറ്റ് ആണെന്ന് കാണാം. അന്നത്തെ ഹയസ്റ്റ് കറണ്ട് പ്രൊഡക്ഷൻ 3.2 kV. മെയ് 11 14 യൂണിറ്റാണ് പാനൽ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് കാണാം. ഉച്ചയ്ക്ക് KSEBയുടെ പവർ കട്ട് ഉണ്ടായ സമയത്ത് പാനൽ കറണ്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല. ഓൺ ഗ്രിഡ് സോളാർ പാനൽ ലൈനിൽ കറണ്ടുള്ളപ്പോൾ മാത്രമേ സോളാർ പ്രൊഡക്ഷൻ നടത്തുകയുള്ളൂ. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 3.20 kV. ഇനി 12 May ടോട്ടൽ കറണ്ട് പ്രൊഡ്യൂസ്ഡ് 18.1 യൂണിറ്റ്സ് ആണെന്ന് കാണാം. അന്നത്തെ ഹയസ്റ്റ് സോളാർ പ്രൊഡക്ഷൻ 2.83 kV. ഇനി 13 May യൂണിറ്റ് ജനറേഷൻ നോക്കാം. അന്നത്തെ ദിവസം ഇതുവരെയുള്ള ദിവസത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ യൂണിറ്റാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, 8.4 യൂണിറ്റ്സ്. താഴെ ഗ്രാഫിൽ രാവിലെ 8 മണി മുതൽ 9 മണി വരെ KCBയുടെ പവർ കട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം.
പിന്നെ മഴ കാരണം അന്നത്തെ ദിവസം കറണ്ട് പ്രൊഡക്ഷൻ വളരെ ലോ ആയിരുന്നു. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി കഴിയുന്നത് വരെ 1.2 കിലോ വാട്ട്സ് റേഞ്ചിൽ മാത്രമേ പാനലിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പ്രൊഡക്ഷനിൽ ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴ തുടർന്നപ്പോൾ പ്രൊഡക്ഷൻ വീണ്ടും കുറഞ്ഞെന്ന് കാണാം. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 2.16 കിലോ വോൾട്ട്. ഇനി മെയ് 14-ാം തീയതി ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് 16 യൂണിറ്റ്. അന്നത്തെ ദിവസമാണ് എനിക്ക് ഇതുവരെ കിട്ടിയ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.59 കിലോ വോൾട്ട്. എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അദാനി ടോപ്കോൺ പാനലിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 3.39 കിലോ വാട്ട് ആണെങ്കിലും ഇവിടെ അതിലും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നതായി കാണുന്നുണ്ട്. ഇത് ടെക്നിക്കലി പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇനി മെയ് 15-ാം തീയതി അദാനി ടോപ്കോൺ പാനൽസ് 20 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 2.84 കിലോ വോൾട്ട്. 16th മെയ് ആണ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഹയസ്റ്റ് കറണ്ട് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള ദിവസം, 21 യൂണിറ്റ്സ്. ഇതാണ് 3 kVA അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനലിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് പ്രൊഡക്ഷൻ. 2.84 കിലോ വാട്ടാണ് അന്നത്തെ പീക്ക് പ്രൊഡക്ഷൻ വാല്യൂ. ഇനി 17th മെയ്യിൽ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് 17.2 കിലോ വാട്ട്. ഉച്ച സമയത്ത് കുറച്ചു നേരം പവർ കട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം. അന്നത്തെ പീക്ക് കറണ്ട് വാല്യൂ 3.03 കിലോ വാട്ട്. 18th മെയ്യിൽ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 18.4 കിലോ വോൾട്ട്. 3.07 ആണ് പീക്ക് കറണ്ട് വാല്യൂ. മെയ് 19-ാം തീയതി കാർമേഘങ്ങൾ കൂടുതലായതുകൊണ്ട് പ്രൊഡക്ഷൻ 12 യൂണിറ്റായി കുറഞ്ഞു. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.27 കിലോ വാട്ട്. മെയ് 20-ാം തീയതി നല്ല മഴയുള്ളതിനാൽ പ്രൊഡക്ഷൻ പിന്നെയും കുറഞ്ഞ് 7 യൂണിറ്റായി മാറി. അന്നത്തെ ഹയസ്റ്റ് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 1.55 കിലോ വാട്ടാണെന്ന് കാണാം. പിറ്റേ ദിവസം 21-ാം തീയതി മഴ മാറി പാനൽ പ്രൊഡക്ഷൻ 17.1 യൂണിറ്റായി ഉയർന്നു. 3.60 കിലോ വാട്ടാണ് അന്നത്തെ പീക്ക് ജനറേഷൻ വാല്യൂ. ഇവിടെയും അത് ഇൻസ്റ്റാൾ ചെയ്ത പാനൽ കപ്പാസിറ്റിയേക്കാൾ കൂടുതലാണെന്ന് കാണാം. ഇനി മെയ് 22-ാം തീയതിയിലെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ്. അന്ന് മഴയും പവർ കട്ടും കാരണം 12 യൂണിറ്റ് മാത്രമേ പാനലിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.94 കിലോ വോൾട്ട്. ഇനി മെയ് 23-ാം തീയതിയിലെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഈ കാണുന്ന 2 ചെറിയ പവർ കട്ടും ശക്തമായ മഴയും കാരണം പാനൽ പ്രൊഡക്ഷൻ ഏറ്റവും കുറഞ്ഞ് 6 യൂണിറ്റായി മാറി. അന്നത്തെ പീക്ക് പ്രൊഡക്ഷൻ വാല്യൂ 1.14 കിലോ വോൾട്ട്. നല്ല ശക്തമായ മഴയുണ്ടായാലും അദാനി ടോപ്കോൺ പാനൽസ് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കാണാം. അതുകൊണ്ട് പേഴ്സണലി പാനൽ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി മെയ് 24-ാം തീയതി അദാനി പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 8.8 യൂണിറ്റ്സ്. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 2.72 കിലോ വോൾട്ട്. മെയ് 25-ാം തീയതി ടോട്ടൽ 10 യൂണിറ്റാണ് പാനൽ ജനറേറ്റ് ചെയ്തത്. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 1.80 കിലോ വോൾട്ട്. മെയ് 26-ന് മഴയും പവർ കട്ടും കാരണം യൂണിറ്റ് ജനറേഷൻ 7 കുറഞ്ഞു. 2.16 കിലോ വാട്ടാണ് അന്നത്തെ പീക്ക് ജനറേഷൻ വാല്യൂ. 27-ാം തീയതി പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 16.7 യൂണിറ്റ്. അന്നത്തെ പീക്ക് സോളാർ വാല്യൂ 3.20 കിലോ വോൾട്ട്. മെയ് 28-ാം തീയതി സോളാർ പ്രൊഡക്ഷൻ നടക്കേണ്ട പീക്ക് ടൈമിൽ ഏകദേശം 3 മണിക്കൂറോളം KSEBയുടെ പവർ കട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം വെറും 4 യൂണിറ്റ് മാത്രമേ പാനലിന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 1.11 കിലോ വാട്ടാണ് അന്നത്തെ പീക്ക് സോളാർ വാല്യൂ. മെയ് 29-ാം തീയതി ഇടവിട്ടുള്ള മഴയുള്ള ദിവസമായിരുന്നു. പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ കറണ്ട് 9 യൂണിറ്റ്. 2.96 കിലോ വാട്ടാണ് അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. മെയ് 30-ാം തീയതിയും മഴ തുടർന്നു.
അന്ന് പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 7.1 കിലോ വാട്ട്. 3.05 കിലോ വാട്ടാണ് പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ. മെയ് 31 KSEBയുടെ പവർ കട്ട് ഉണ്ടായതിനാൽ 14 യൂണിറ്റ് മാത്രമാണ് പാനലിന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അന്നത്തെ പീക്ക് സോളാർ പ്രൊഡക്ഷൻ 3.12 കിലോ വാട്ട്. മെയ് മാസത്തെ ടോട്ടൽ യൂണിറ്റ് ജനറേഷൻ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വ്യൂവേഴ്സിനോട് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. അദാനി ടോപ്കോൺ പാനലിൻ്റെ ജൂൺ മാസത്തെയും പ്രൊഡക്ഷൻ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ആകുന്നു. ഇനി ആപ്പിൽ ഞാൻ മന്ത്ലി യൂണിറ്റ് ജനറേഷൻ സെലക്ട് ചെയ്യുന്നു. താഴെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ മെയ് മാസത്തെ ഓരോ ദിവസവും വൈ ആക്സിസിൽ ജനറേറ്റ് ചെയ്ത യൂണിറ്റുമാണ് ഉള്ളത്. മെയ് 16 അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ഹയസ്റ്റ് യൂണിറ്റ് ജനറേഷൻ 21 കിലോ വാട്ട്. മെയ് 21 എനിക്ക് കിട്ടിയ പീക്ക് സോളാർ പ്രൊഡക്ഷൻ വാല്യൂ 3.60 കിലോ വാട്ട്. മെയ് 28 പാനൽ ജനറേറ്റ് ചെയ്ത ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് 4 കിലോ വാട്ട്. പക്ഷേ അന്ന് KSEBയുടെ പവർ കട്ട് ഉണ്ടായതിനാൽ അത് പാനലിൻ്റെ പെർഫോമൻസായി കണക്കാക്കാൻ പറ്റില്ല. മെയ് 23 അദാനി പാനൽ ജനറേറ്റ് ചെയ്ത 6 യൂണിറ്റാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള യൂണിറ്റ് ജനറേഷനിൽ ഏറ്റവും കുറവ്. ഇതിനുള്ള കാരണം എന്താണെന്ന് ഓൾറെഡി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. മഴയും പവർ കട്ടും ഉണ്ടായിട്ടും കൂടി അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽ മെയ് മാസം ടോട്ടൽ ജനറേറ്റ് ചെയ്ത യൂണിറ്റ് 432 കിലോ വാട്ട്. KSEBയുടെ പവർ കട്ട് ഇല്ലായിരുന്നെങ്കിൽ മെയ് മാസത്തിൽ 500-ൽ മേലെ യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അദാനി പാനൽസിൻ്റെ പെർഫോമൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പാനൽ 432 യൂണിറ്റ് ജനറേറ്റ് ചെയ്തപ്പോൾ മെയ് മാസം എനിക്ക് കിട്ടിയ കറണ്ട് ബില്ലിനെ പറ്റി ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.